ഒരു സീന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണെന്നറിയില്ലേ, ഏഷ്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏഷ്യയിലെ രണ്ടാമത്തെ മൊണാസ്ട്രിയാണിത്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറക്കാൻ പോവാണ്. വിശേഷങ്ങൾ നമുക്ക് അതിൻ്റെ ഗേറ്റ് നോക്കിയിട്ട് സാധാരണ മൊണാസ്ട്രി പോലെ തന്നെ ഇവിടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ, ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. എന്തോ ഇവിടെ ഉണക്കാനിട്ടിട്ട് ഗോതമ്പാ, ഗോതമ്പ്, ഇവിടുത്തെ ഭക്ഷണത്തിനുള്ള ഗോതമ്പ് ഇതൊക്കെ ഇതാക്കി ചെറിയ കുട്ടികളാണ്, കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. മൊണാസ്ട്രിയുടെ അകത്ത് നമുക്ക് കയറി വെക്കാം. ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡാന്ന് പറഞ്ഞ് നമുക്ക് മൊണാസ്ട്രിയുടെ അകത്തൊന്ന് കയറി നോക്കാം. ഇത് സംഭവം ആദ്യമായിട്ടോ മൊണാസ്ട്രിയുടെ ഉൾഭാഗം നമുക്കൊരു ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുന്ന പെർമിഷൻ കിട്ടുന്നു. ഇതൊക്കെ മൊണാസ്ട്രി വരെ താമസിക്കുന്ന വീടുകളാട്ടോ. അവിടെ കണ്ട ആൾക്കാർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതിന് മുകളിലൊക്കെ. എനിക്ക് ഏറ്റവും ഒരു അട്രാക്ഷനായത് ഇവിടെ ഒരു കൊച്ചു പയ്യൻ കണ്ട ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ട ഒരു ചൂര് മാത്രമേ ഉള്ളൂ, അതെടുത്തിട്ട് അങ്ങനെ അടി ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കണം. അവിടെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. തവാങ്ങിലെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടു. മൊണാസ്ട്രിയാണ് പിന്നെ ഒരുപാടുള്ളത്. അപ്പോൾ 1-2 മൊണാസ്ട്രി നമ്മൾ കണ്ടു, ഇനി കൂടുതൽ പിന്നെ കാണണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് നാളെ രാവിലെ നമുക്കൊരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ASPTൻ്റെ അരുണാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ഉണ്ട് ഇവിടുന്ന്. ഞങ്ങൾ വിചാരിക്കുന്നത് തേസ്പൂർ എന്നൊരു സ്ഥലമുണ്ട് ഇവിടുന്ന്. അപ്പോൾ അവിടേക്ക് പോകാനാണ്. അവിടുന്ന് പിന്നെ അടുത്ത സ്റ്റേറ്റിലേക്ക് കിടക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്ത ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല, അതായത് ഇതാണ് ഹോട്ടൽ അജന്ത എന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബുദ്ധിസ്റ്റിൻ്റെ വരെ ഒരു കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൊടിയല്ലാണ്ട് ഇവിടെ നല്ല ഒരു അക്കോമഡേഷൻ ആട്ടോ ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് ചെടികളും മറ്റു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു അക്കോമഡേഷനാണ്. റീസണബിൾ പ്രൈസാട്ടോ ഇവിടെ. അതായത് 1200 രൂപയാണ് ഞങ്ങൾക്ക് 4 പേർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ഹീറ്റർ ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. നല്ലൊരു മെയിൻ കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഇവിടുത്തെ സിറ്റിയുടെ സെൻറ്റർ ഭാഗം, നെഹ്റു മാർക്കറ്റ് എന്ന് പറയും. ഈ തവാങ്ങിൻ്റെ ഒരു സിറ്റിയാണ്. അതിൻ്റെ നടുവിൽ തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഏതൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് നടന്ന് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ട്രാവൽസ് ഉണ്ട്, ഹോട്ടൽസ്, സ്റ്റേഷനറി, എല്ലാ മാർക്കറ്റ് എല്ലാം ഇവിടെ തന്നെ. അതുകൊണ്ട് ഈ ഒരു സെൻറ്ററിൽ നമുക്ക് റൂം കിട്ടിയത് നല്ല റൂമായിരുന്നു കേട്ടോ. വലിയ പൈസ ഒന്നുമില്ല, 1200 രൂപയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്പറിൽ വിളിച്ചവരെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാം. നല്ല റൂമാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ആൻറ്റിയാണ് ഇവിടെ ഫുഡ് അവരോട് മുന്നേ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരും. നോൺ വെജ് മാക്സിമം ഉണ്ടാവില്ല, വെജായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഓക്കെ, അപ്പം നാളെ നമുക്ക് രാവിലെ ഇവിടുന്ന് നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം തവാങ്, അരുണാചൽ പ്രദേശ് തവാങ് ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ, കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. തവാങ്ങിൽ നിന്ന് ഞങ്ങൾ തെസ്പൂർ എന്ന സ്ഥലത്തേക്ക് പോവാണ്, ഗുവാഹട്ടിയിലേക്ക് പോകണം. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, ഞങ്ങൾ ഗുവാഹട്ടിയിൽ നിന്ന് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ തവാങ്ങിലേക്കൊരു ഡയറക്റ്റ് ബസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ മാറി വരേണ്ടി വന്നു. മാറി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് 2000 രൂപയുടെ മേലെ ടിക്കറ്റിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ തവാങ്ങിൽ ഇവിടെ വന്ന് അരുണാചൽ പ്രദേശിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഗുവാഹത്തിയിൽ നിന്ന് തവാങ്ങിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. നമുക്ക് 1200 രൂപ ടിക്കറ്റ് വരുന്നുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു 10,000-3000 രൂപയോളം വെറുതെ നഷ്ടമായി. അപ്പം ഡയറക്റ്റ് ഗുവാഹത്തിയിൽ നിന്ന് അരുണാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് ബസ് തവാങ്ങിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇൻഫർമേഷൻ ഇത് ഓർമ്മ വെക്കണം. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇറങ്ങാതെ ഡയറക്റ്റ് തവാങ്ങിലേക്ക് വന്ന് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് ബസ്.
തവാങ്, തെസ്പൂർ, ഗുവാഹത്തി. അതായത് തവാങ്ങിൽ നിന്ന് ഡയറക്റ്റ് ഗുവാഹത്തിയിലേക്ക് പോവുക തെസ്പൂർ വഴി. ഞങ്ങൾ തെസ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് ഇതിൽ വിളിച്ചാലും അവർ അന്വേഷിക്കാൻ പറ്റും കേട്ടോ. ഗവൺമെൻറ് ഓഫ് അരുണാചൽ പ്രദേശ് ബസ് നല്ല കണ്ടീഷൻ ബസ്സാണ്. അതേപോലെ അവിടെ നിന്ന് വരുന്ന ഡയറക്റ്റ് വരുന്നൊരു ബസ്സാണ് നെറ്റ്വർക്ക് ട്രാവൽസിൻ്റെ. ഇത് പ്രൈവറ്റ് ആണ് കേട്ടോ. ഇത് തവാങ്ങിലേക്ക് വന്നതാണ് അവിടുന്ന്, എവറി ഡേ ഉണ്ട്. പക്ഷേ ഇതിന് നമുക്ക് ചാർജ് ആക്കുന്ന അവിടുന്ന് 2,000-2,500 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. ഒരു 2,500 റുപ്പീസ് നമുക്ക് അവിടുന്ന് ഈടാക്കും. ഇതൊക്കെ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ മാക്സിമം ഇനി വരുന്ന ആളുകൾ ഈ ഗവൺമെൻറ് ബസ് യൂസ് ചെയ്യാൻ നോക്കുക. 1,200 രൂപയ്ക്ക് നമുക്ക് തവാങ്ങിലേക്ക് എത്താൻ പറ്റും. എവറി ഡേ ഒരു ബസ് അവിടുന്ന് ഇങ്ങോട്ടും ഒരു ബസ് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. നമുക്ക് തവാങ്ങിൽ നിന്ന് തിരിച്ച് ഗുവാഹട്ടിയിലേക്ക് പോകണമെങ്കിലും നമുക്ക് ബസ്സുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തവാങ്ങിൽ നിന്നാണ് തിരിച്ച് ദസ്പൂരിലേക്ക് പോകുന്നത്. ഗുവാഹട്ടി വരെ ഈ ബസ് ഓടും. 1,200 രൂപയുള്ളൂ. അപ്പോൾ വരുന്ന ആൾക്കാർ നോക്കുക, ഡെയിലി രാവിലെ 10 മണിക്ക് ഇവിടെ പ്രയർ ഗ്രൗണ്ട് എന്ന ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രയർ ഗ്രൗണ്ട്. അതായത് തവാങ്ങിലെ പ്രയർ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ നിന്നാണ് ബസ് പുറപ്പെടുന്നത് കേട്ടോ. അരുണാചൽ പ്രദേശിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും മൈൻഡിൽ വെക്കട്ടോ. കാരണം തവാങ് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ആളുകൾക്ക്. പക്ഷേ ട്രാൻസ്പോർട്ടേഷന് ഒരുപാട് പൈസേനെ കൊണ്ട് അങ്ങനെ ഒഴിവാക്കുന്ന ആളുടെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അരുണാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് യൂസ് ചെയ്യണം. ഒരുപാട് പൈസ നമുക്ക് ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ തവാങ്ങിൽ നിന്ന് നെക്സ്റ്റ് ലൊക്കേഷൻ നാഗാലാൻഡിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്. തെസ്പൂരിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കൊഹിമയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ ദീമാപൂർ വന്നു കഴിഞ്ഞാൽ നാഗാലാൻഡിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫീസായിട്ടത്. ഇവിടെ നിന്ന് നമുക്ക് കൊഹിമയിലേക്ക് ബസ് കിട്ടും. 130 കിലോമീറ്റർ ഉള്ളൂ. ടിക്കറ്റ് വണ്ടിയിൽ നിന്ന് എടുക്കുക. അപ്പം ഞങ്ങളിവിടെ വന്നു, ബസ് കയറി ബസ്സിലിരിക്കുകയാണ്. ഇതാ വരലിരിക്കുന്നുണ്ട്. അപ്പം നാഗാലാൻഡിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. ഈ അരുണാചൽ പ്രദേശ് ഇത്ര കൂളിംഗ് ആയിട്ട് വന്നപ്പോൾ ചൂട് വേർത്ത് ഒഴുകുന്നു. എൻ്റെ അമ്മ. ദീമാപൂർ എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ നാഗാലാൻഡിലേക്ക് ഇപ്പോൾ കൊഹിമയിലേക്ക് പോവുകയാണ്. കൊഹിമയിലേക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് നാഗാലാൻഡ് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ഇപ്പോൾ.